ഈ എന്റെ കൊച്ചു ഗ്രാമത്തിലെ ഒരു കൊച്ചു ഒരു കൊച്ചു ഗ്രാമത്തിലെ സുന്ദരി എന്ന് പറഞ്ഞിട്ടൊരു അത് ഭയങ്കര ഇപ്പൊ ഞാൻ നോക്കുമ്പോ 90 lakhs കണ്ടോ അതിന്റെ ഒരു ചാനൽ ഏതോ ഒരു ചാനലിലെ ആ പാട്ട് പാടുമ്പോൾ ശരിക്കും ഫ്രണ്ടിൽ ഒരുപാട് പെൺകുട്ടികൾ നിന്നിട്ട് പാടുന്ന സ്റ്റേജ് വിഷ്വൽസ് ഒക്കെ ഒരുപാട് വൈറലാണ്. ആ സമയത്ത് ഭയങ്കര ഒരു ഫീമെയിൽ ഫോളോയിങ് ഉണ്ടായിരുന്നില്ല, ഭയങ്കരമായിട്ട് സ്ത്രീകളുടെയും ഐ മീൻ ടീനേജ് കുട്ടികളുടെ വല്ലാത്തൊരു ആരാധന. അത് എന്തുകൊണ്ടാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ പാടുന്ന പാട്ടുകൾ അങ്ങനത്തെ പാട്ടുകളുണ്ട്. ബാക്കിയുള്ള സിംഗേഴ്സിനെ പോലെ ഞാൻ ലവ് സോങ് പാടിയിട്ടുണ്ട്, തനി മാപ്പിളപ്പാട്ട് പാടിയിട്ടുണ്ട്, നാടൻ പാട്ട് പാടിയിട്ടുണ്ട്, ഹിന്ദു ഡിവോഷണൽ പാടിയിട്ടുണ്ട്, ക്രിസ്ത്യൻ ഡിവോഷണൽ പാടിയിട്ടുണ്ട്, മുസ്ലിം ഡിവോഷണൽ പാടിയിട്ടുണ്ട്, ഈ പറഞ്ഞ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആനിമേഷൻ സോങ് പാടിയിട്ടുണ്ട്, രാഷ്ട്രീയ ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. അത് പല മാർക്സിസ്റ്റ് മറ്റേ എന്നിട്ട് കോൺഗ്രസ് എല്ലാ ആൾക്കാർക്കും അങ്ങനെ പാടിയിട്ടുണ്ട്. ഉസ്താദന്മാരെ പറ്റിയിട്ട് പാടിയിട്ടുണ്ട്, കുറേ മക്ബറ മറ്റേ പള്ളികൾ പറഞ്ഞ് പാടാത്തൊന്നുമില്ല. എന്തിനു എൻ്റെ മമ്മൂക്കാനെ കുറിച്ചിട്ട് ഫാൻ സോങ് ആയിട്ട് പാടിയിട്ടുണ്ട്. എല്ലാ സൈഡിലും ഈ ഫീൽഡിൽ എന്തെല്ലാം ബിസിനസ് വർക്കൗട്ട് ആകും അതെല്ലാം ഞാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഞാനൊരു ദുബായിലൊരു പരിപാടിക്ക് പോയ സമയത്ത് ഒരു ഉസ്താദിനെ കുറിച്ചിട്ട് ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ഓനും മാപ്പിളപ്പാട്ട് പോയിട്ട് ആൽബേ കേൾക്കാതൊരു ചങ്ങയ്യ എന്നെ വന്നിട്ട് ഒരു കെട്ടിപ്പിടുത്താം അവിടെ. ഞാൻ പ്രോഗ്രാമിൻ്റെ ടീം എല്ലാവരും ഷോക്കായി പോയി. എൻ്റെ ഒപ്പരം അത്യാവശ്യം നല്ല ഫെയിമായിട്ടുള്ള സിംഗറുണ്ട്, അവരെ വരെ കെട്ടിപ്പിടിക്കാണ്ട് എന്നെ വന്ന് കെട്ടിപ്പിടിക്കുന്നു. പറഞ്ഞു പറഞ്ഞു നിങ്ങളെ ഞാൻ ചോദിച്ചു ഇനി ഏത് പാട്ട് കേട്ടിട്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ചോദിക്കും ചില സമയത്ത്. അപ്പോൾ ഉസ്താദിനെ പറ്റിയിട്ട് ഇങ്ങനെ പാടി എന്നെ പാട്ടെനിക്ക് ഭയങ്കരമായിട്ട് കാന്തപുരം ഉസ്താദിനെ പറ്റിയിട്ട് പാടിയ പാട്ടെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്നെല്ലാം പറഞ്ഞിട്ട് എന്നെ മുത്തലും ചെയ്യുന്നു വന്നിട്ട് കെട്ടിപ്പിടിക്കുന്നു. ഞാൻ ചോദിച്ചു ഏതൊക്കെ വേറെ പാട്ട് കേട്ടില്ല. ഇല്ല, വേറൊരു പാട്ട് ഞാൻ കേട്ടില്ല, ഈ ഒരു പാട്ടേ കണ്ടില്ല. അപ്പോൾ മനസ്സിലാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാറ്റഗറിയിലും ഒന്നാം വേണ്ടേ അടിച്ച് ഫയറാക്കിയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇതൊന്നും ചിലപ്പോൾ ഒന്നാം വേണ്ടേ ഈ കമൻ്റ് അടിക്കുന്ന ആൾക്കാർക്കൊന്നും മനസ്സിലായി. ചിലപ്പോൾ ഞാൻ എൻ്റെ കാലശേഷമായിരിക്കും എടാ ഓൻ ഇങ്ങനെ പാടിയിട്ടുണ്ട്, അല്ലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അല്ലെ ഈ ഒരു സാധനം ചെയ്തിട്ടുണ്ടെന്ന് ചിലപ്പോൾ അങ്ങനെയായിരിക്കും ചിലപ്പോൾ മനസ്സിലാവും. അല്ലെങ്കിൽ ഞാനിവിടെ ഈ ഫീൽഡിൽ എന്തെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതൊന്നും ഇപ്പം ചില ആൾക്കാർക്ക് ചിലപ്പം കിട്ടും. അതാത് ഓഡിയൻസിന് മാത്രമേ മനസ്സിലാവും. ഇപ്പോൾ ഒരു മമ്മൂക്ക ഫാൻസിൻ്റെ ഒരു പാട്ട് പാടി, മമ്മൂക്കാൻ്റെ ഫാൻസിന് ചിലപ്പോൾ അറിയാൻ പറ്റും. അത് ചിലപ്പോൾ നല്ലതായാലും വടക്കായാലും. നമ്മളൊരു ഏതായിരുന്നു മമ്മൂക്ക പാട്ട്? ഒരു പാട്ട് പാടി കേട്ടോ ഞങ്ങൾ മമ്മൂക്കാൻ്റെ ദുബായിലൊരു മമ്മൂക്കാൻ്റെ കൂടെ ഒരു ഷോ ചെയ്തിരുന്നു. അപ്പോൾ മൂപ്പറ് ഇനോഗ്രേഷനിലായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പോൾ അന്നേരം സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ഞെട്ടിപ്പോയി. കാരണം മൂപ്പറ് അവർ വരുത്തും. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ഫാൻ സോങ് ഇറക്കി കഴിഞ്ഞാൽ വർക്കൗട്ടാവും. അങ്ങനെ മമ്മൂക്കാനെ കുറിച്ച് ഇറങ്ങിയിട്ടുണ്ട്, ഡീക്കിനെ കുറിച്ച് ഇറങ്ങിയിട്ടുണ്ട്, ദിലീപേട്ടനെ കൊണ്ട് ഇറങ്ങിയിട്ട് ദിലീപേട്ടൻ ഡയറക്ടറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നീ വാ എന്ന് പറഞ്ഞിട്ട് കുറേ മുന്നേ എൻ്റെ ഡയറക്റ്റ് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ എൻ്റെ ഗ്രാമത്തിലെ ആ പാട്ടൊന്ന് പാടുമോ? അത് ഫസ്റ്റായിട്ട് ഞാൻ ആൽബത്തിൽ വന്ന ഫസ്റ്റ് പാട്ട് അതാണ്. അല്ലല്ല, അത് റഹ്മാൻ ബന്ദിയോട് എന്ന് പറയുന്ന കാസർഗോഡിലെ ഒരു അതുല്യ എഴുത്ത് എന്ന് പറഞ്ഞാൽ അടിപൊളി എഴുത്തുകാരനാണ് മൂപ്പര ഒരു 5-6 പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. മൂപ്പര എഴുതിയ പാട്ടാണ്. മൂപ്പര കാരണമാണ് ആ പാട്ട് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അത് പാടാം. ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു സുന്ദരി 17 തികഞ്ഞുള്ള മണിമുഞ്ചത്തി, ഉമ്മാക്കും ബാപ്പാക്കും പ്രിയമോള്, 7 അല്ലേ കേട്ടാവൂലേ? അതെ, അല്ല ഇപ്പൊ പാട്ടിന് മാത്രല്ല മെലഡി ക്ലൈം എന്നൊരു സാധനം വരുന്നുണ്ട്. അപ്പൊ അടിച്ചു നിങ്ങൾക്ക് ക്ലൈം വരണ്ടല്ലോ. മലബാർ ഈ മുസ്ലിം ഈ സ്ലാങ് ഉപയോഗിക്കുന്നുണ്ടല്ലോ മാപ്പിളപ്പാട്ടുകളിലെല്ലാം തന്നെ. ഇത് ഇങ്ങനെ വരുന്നത് കൊണ്ട് ഇപ്പം അഴകാർന്ന നിങ്ങൾ അയകാർന്നൊക്കെയല്ലേ പാടുക. ഇപ്പൊ ഈ റായും യായും തമ്മിലുള്ള വ്യത്യാസം, നോർമൽ ആയിട്ടുള്ള പാട്ടുകൾ പാടാൻ എപ്പോഴെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ടോ ഈ പ്രൊനൗൺസിയേഷന്റെ വ്യത്യാസം? അത് ഒന്നാമത് എനിക്ക് ഒന്നാമത് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ചില സംഭവം അക്ഷരങ്ങളൊന്നും ചിലത് സ്റ്റേജിലെല്ലാം കിട്ടൂല. ഞാൻ ചിലപ്പോൾ ബെറ്റടി പീസായിട്ടെല്ലാം പാടും. എന്നോട് എൻ്റെ ഫ്രണ്ട്സിനെ പറയും എനിക്ക് ഇങ്ങനെ ഇത് സാധിക്കുന്നത്. കാരണം വരികളെല്ലാം തെറ്റിച്ചിട്ടെല്ലാം പാടിക്കണം. കാരണം എങ്ങനെയും നമ്മൾ മേക്ക് ചെയ്ത് പോകണല്ലോ. പിന്നെ നമ്മൾ ഈ പാട്ടും ഇതെല്ലാം എഴുതുന്നത് കൊണ്ട് മ്യൂസിക്കെല്ലാം മൈൻഡിൽ ഇല്ലത് കൊണ്ട് എന്ത് സ്റ്റേജ് പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് തെറ്റൂല. ബെറ്റടി പീസായിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും പാട്ടിന്റെ തെറ്റിപ്പോയിട്ട് കവർ അനുഭവം ഉണ്ടോ? എത്ര പരിപാടിക്ക് എങ്ങനെ ആഴ്ചക്ക് ഇപ്പൊ ഇന്നലെ ഓൾറെഡി ഇറക്കുന്ന മലപ്പുറം ഷോ ഉണ്ടായിരുന്നു. അവിടെ ഇതേപോലെ 2 പേര് തെറ്റും. പക്ഷെ 2 പേര് തെറ്റുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഉണ്ടാക്കിയിട്ട് അവിടെ പാടും. കാരണം ഓഡിയൻസിന് അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാളിപ്പോകും. എന്നോട് ഫ്രണ്ട്സിനെ പറയും ഇത് ഇങ്ങനെ എനിക്ക് സാധിക്കുന്നത്. കാരണം പാട്ട് തെറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നിക്കാട ഇതായി പോകില്ല. പക്ഷെ ഞാനത് സ്റ്റോപ്പ് ചെയ്യൂല. പിന്നെ എൻ്റെ ഒരു സ്റ്റേജ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഞാൻ ചിലപ്പോൾ ഞാൻ പാടിയ കുറേ മെലഡി പാട്ടുകളോ അതൊന്നും ഞാൻ അങ്ങനെ സ്റ്റേജിൽ യൂസ് ചെയ്യില്ല. അടിപൊളി പാട്ടുകളെല്ലാം ഞാൻ അതൊരു ചെയിൻ പോലെ ആക്കിയിട്ട് പാടും ആൽബം. പിന്നെ ആൾക്കാർ എന്നോണ്ട് അടിപൊളിയാക്കാൻ പറ്റുന്ന പാട്ടുകളെ ഞാൻ സ്റ്റേജിൽ പാടല്ലോ. ഈ മാസത്തില് ഏകദേശം 100 പാട്ടൊക്കെ ഇറക്കിയെന്ന ഒരു സമയം ഉണ്ടായിരുന്നില്ലേ? ആ സമയത്ത് ഇത് ഷൂട്ട് ചെയ്യും വേണമല്ലോ. അപ്പൊ നിങ്ങളെങ്ങനെയായിരുന്നു ഈ കോൺസെപ്റ്റുകൾ എടുക്കുക? ഇപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ്റെ ഒരു തീം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നേരെ ഗൾഫിൽ പോയിട്ട് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്ന ഒരു തീമായിരിക്കും. ഈ കഥകൾ ഇവിടുന്ന് കിട്ടുക, കാരണം 100 കഥയെങ്കിലും വേണമല്ലോ 100 പാട്ടെന്ന് പറയുമ്പോൾ. അത് ഇവിടുന്ന് കിട്ടും. സത്യം പറഞ്ഞല്ലേ? അതെ, വേറെ ചോദിച്ചോട്ടെ, ഇത് ചെയ്യുമ്പോൾ ശരിക്കും കുറച്ച് ചളിപ്പ് തോന്നിയിട്ടുണ്ടോ? പിന്നെ ഗംഭീരമായിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഓൾറെഡി അന്ന് ഫുൾ ഫ്രീ ബേർഡാണ്. ഇപ്പൊ കല്യാണം കഴിച്ചത് കൊണ്ട് എനിക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. എനിക്ക് എൻ്റെ മക്കളെ മോനെ നോക്കണം, എൻ്റെ വൈഫിനെ നോക്കണം. അപ്പം അങ്ങനെയെല്ലാം ഉണ്ട്. കാരണം നമുക്ക് ഉമ്മാൻ്റെ അടുത്ത് നമുക്ക് പറയാം, ഉമ്മ ഞാനൊരാഴ്ച കഴിഞ്ഞിട്ടാണ് വരും, ഇങ്ങനെയാണ് വരും. എന്നാലും ഉമ്മ സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മയോട് പറയും ഇങ്ങനെയാണ് പ്രശ്നം. വൈഫിനോട് നമുക്കത് പറയാൻ പറ്റൂല. എത്ര പറഞ്ഞു കഴിഞ്ഞാലും നടക്കും. ഒന്നാ എൻ്റെ വൈഫ് എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. എന്ത് കാര്യങ്ങളും നമ്മൾ ഓരോ ഇപ്പൊ ഇന്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ വിളിച്ചിട്ട് ഇതാണ് ഇങ്ങനെയാണ് വിഷ്ണു ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ എൻ്റെ കോസ്റ്റ്യൂംസ് തന്നെ എന്നുകൊണ്ട് ഇവിടെ ബനിയെല്ലാം ചിലപ്പം കാണും. ഭയങ്കര കെയർ. അപ്പൊ ഒരു ബനിയൻ അങ്ങനെ കാണാൻ പാടില്ല, ഇങ്ങനെ വെക്കണം, റിങ് ഇടണം, എല്ലാ കാര്യം. ഇപ്പൊ പുരക്കുന്നാണെങ്കിൽ എന്താ പറയണ്ടേ എൻ്റെ ഷൂ പോലും ഇട്ടിരുന്ന അവളാ. അത്രയും എന്നെ എന്താ പറയണ്ടേ കെയർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയില്ല ഒരാളെടുക്ക എനക്കെന്ന് പറയണ്ടേ ആജു എൻ്റെ വൈഫിന്റെ പേര്. ഞാൻ ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാ മതിയോ പറയാൻ പറ്റൂല, നമുക്ക് തോന്നൂല. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മളെ അത്രക്കും നമ്മളെന്നാ വേണ്ടേ ഞാൻ ഭയങ്കരമായിട്ട് ഓരോ മിനിറ്റിലും നമ്മളെ നോക്കുന്നത്, നമ്മളെ വീക്ഷിക്കുന്നത്. കാരണം ഞാൻ ചിലപ്പോൾ ട്രിപ്പിനെല്ലാം പല സ്ഥലത്തും ഇവളെ കൊണ്ടുപോകും. ഇവള് നമുക്ക് പുരക്കുക, ഇത് 1ാമത്തെ ദിവസം 2ാമത്തെ ദിവസം കഴിഞ്ഞാൽ നമുക്ക് പുരക്കുവാന്ന്. കാരണം ഞാൻ കല്യാണം കഴിഞ്ഞ കുറേ ഞാൻ ചിന്തിച്ചു അല്ലാണ്ട് ഇതിൻ്റെ റെഡിക്ക് എന്താ ടേസ്റ്റ് എന്താ, എൻ്റെ പേരെ സ്പെൻഡ് ചെയ്യുക, എൻ്റെ കൂടെ നിൽക്കുക, പിന്നെ അങ്ങനൊരു ഇല്ല വിട്ടെ. അപ്പോൾ അവരെടുക്ക ഞാൻ എന്ത് ചെയ്യുക പറയുന്നത് ഇങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നോട്ടെ. ഞാൻ ചിലപ്പോൾ പറയും അജു ഇങ്ങനെ ഒരു ലോക്കായിട്ടുണ്ട്, ചിലപ്പോൾ 2 ദിവസം ലേറ്റായി പോകുമെന്ന്. അപ്പോൾ ചിലപ്പോൾ കരഞ്ഞാളിയും. ഇവള് ഏറ്റവും ചൂടാവും ചെയ്യും, ഏറ്റവും കരയും ചെയ്യും, പെട്ടെന്ന് കരയും. അപ്പോൾ ഇവള് കരയുമ്പോൾ ഭയങ്കര സങ്കടമായി പോകും. പിന്നെ ഞാൻ ചിലപ്പോൾ ഇവിടെ ഒരു 2 ലക്ഷം ഉറുപ്പിൻ്റെ വർക്ക്, എത്ര ലക്ഷം ഉറുപ്പിൻ്റെ വർക്കായാലും ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും, അവിടെ ഓൺ ദ സ്പോട്ട് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ പറയും ഞാൻ ഒന്നും നടക്കൂല മുത്തേ. കാരണം ചില വർക്കുകൾ പ്രൊഡക്ഷൻ ഞാൻ തന്നെയായിരിക്കും. അങ്ങനെ ഒരുപാട് പ്രൊഡക്ഷനിൽ എനിക്ക് ഫണ്ടുകൾ ഇങ്ങനെ പോയിട്ടുണ്ട്. ഓളെ ഒറ്റ കരയും എനിക്ക് ബേജാറാവും. അപ്പോൾ ഞാൻ നേരെ ഞാൻ ഇന്ന് വർക്ക് സ്റ്റോപ്പ് ചെയ്യാം, നാളത്തേക്ക്. പ്രൊഡക്ഷൻ ഭയങ്കര സങ്കടം എനിക്ക്. ഒന്നത് ഓള് കരയുന്നതേ എനിക്ക് ഇഷ്ടമല്ല, പിന്നെ ഓള് ചിരിക്കുന്നതും വേറെ സംഭവം. സത്യം പറഞ്ഞാൽ ഈ ജാസിന്റെ എല്ലാം കേസ് പറഞ്ഞല്ലോ, എനിക്ക് സത്യം പറഞ്ഞാൽ ജാസിയും ആഷിനും അറിയില്ലായിരുന്നു. ഒരു സമയത്തുണ്ട് യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ ഇങ്ങനെ ചിരിക്കുന്നു. എന്നിട്ട് ഓരോ വീഡിയോ എല്ലാം എനിക്ക് കാണിച്ചു തരും. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ജാസിനെ ഞാൻ പറഞ്ഞ ഇതാരാള് ജാസി ആഷി ഇങ്ങനെയാണ് സംഭവം. പക്ഷെ ജാസിനെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, അതേപോലെ തന്നെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കോമഡി എല്ലാം കണ്ടിട്ട് ഇങ്ങനെ ചിരിക്കും ഇവളാ. അപ്പൊ എന്നെ പറയൂ അവരാണ് കാണിച്ചിരുന്നത്. പൊന്നുസഖിന്റെ പാട്ട് തന്നെ എന്നെ പറയും നിങ്ങളെ ഈ മാപ്പിള പാട്ടിൽ ഒരു പാട്ടിട്ട് പാടിയിട്ട് നോക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഒരു സ്റ്റിക്കറുണ്ട് എൻ്റെ ഫോണിൽ, ഒരു സ്റ്റിക്കറുണ്ട് ജാസിന്റെ ഇങ്ങനെ ആക്കിയുള്ള ഒരു സ്റ്റിക്കർ. അപ്പോൾ ഞാനും ഓളും വൈഫ് എന്തെങ്കിലും ഒരു കോമഡിയിൽ പറയുമ്പോൾ ഈ ഒരു സ്റ്റിക്കറല്ല ഫസ്റ്റ് ഇട്ട് കൊടുക്കുക, ഇഷ്ടപ്പെടുന്ന സംഭവമായിട്ട്. അപ്പോൾ ഓളാണ് റെഡി ജാസിനെ പോലും എന്നോട് കാണിച്ചത്.